NAOS മലയാളം പാഠം 25 തകരത്തമ്പുരാൻ. ഇത് EP രാജഗോപാൽ എഴുതിയ ഒരു പാഠമാണ്. ഒരു കാലത്ത് മഴക്കാലത്ത് നമ്മുടെ തോട്ടത്തിലും തൊടിയിലുമെല്ലാം പടുമുളയായി മുളച്ചു പൊങ്ങുന്ന ഒരു പച്ച ഇലച്ചെടിയെ കുറിച്ച് ആണ് ഈ പാഠം. അതാണ് തകര. കർക്കടകത്തിന്റെ പച്ചരാജാവായിരുന്നു തകര എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠം ആരംഭിക്കുന്നത് തന്നെ. മഴയ്ക്ക് ദാരിദ്ര്യത്തിന്റെ ഈണമായിരുന്നപ്പോൾ പറമ്പിലും വഴിയോരത്തും അവതരിച്ച ഹരിതമൂർത്തിയാണ് തകര. തകരയെ ഒരു മൂർത്തിയായി കാണുന്നു. ആരും നടാതെ ഞാനിതാ വന്നിരിക്കുന്നു, മഴയേറ്റ് ഉഷാറായിരിക്കുന്നു, എന്നെ പറിച്ചെടുത്ത് നിങ്ങൾ കറിവെച്ച് തിന്നുക എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് നനഞ്ഞ ഇലകളുമായി വരുന്ന ഒരു ചെടി. അടുക്കളയിൽ തകര ഒരു നല്ല കറിയായി, കുറച്ചു പറ്റും കൂടുതൽ കറിയുമായി അരിഷ്ടിച്ചു കഴിയുന്ന കർക്കിടക ജീവിതത്തിൽ അന്ന് മലയാളിക്ക് തകര ഉറ്റ ബന്ധുവായി വർത്തിച്ചു. വാദത്തിനും കഫത്തിനും ചൊറിക്കും ശ്വാസമുട്ടലിനും കൈകണ്ട മരുന്നാണ് തകര എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഞ്ഞത്തിന്റെ വീടുകളിൽ തകര അറിഞ്ഞ ഭക്ഷണവും അറിയാത്ത മരുന്നുമായി. വടക്കേ മലയാളത്തിൽ തകര തവരയാണ്. അതിനോടുള്ള നിസ്വരുടെ ഇഷ്ടം ഒരു പാട്ടായി ചരിത്രത്തിൽ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നിസ്വർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താണജാതിക്കാരാണ്. തവര മുളക്കണ്, താനേ മുളക്കണ്, ഒരുപാട് മുളക്കണ് പൊന്തവര. തവര മുളച്ചിട്ട് ഈരല തിരിയന്, അത് കണ്ട് പിള്ളം മാറടി തുടങ്ങി. താള്, കൊടുത്തൂവ, കുപ്പച്ചീര, കുന്നും മണാട്ടി തുടങ്ങി ചെടികളുടെ ഇലകളും കർക്കടകത്തിന്റെ അനുഗ്രഹങ്ങൾ ആവാറുണ്ടായിരുന്നെങ്കിലും അവയുടെ കൂട്ടത്തിൽ തകരയ്ക്കാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠം ആരംഭിക്കുന്നത്. തകരയെ രാജാവായി കണ്ട് നമസ്കരിച്ച ഒരു നാടൻ നിഷേധിയായ ഒരു കോതോർമൻ എന്ന കീഴാളന്റെ കരുത്തിനെ പറ്റിയാണ് ഈ പാഠത്തിലെ കുറിപ്പ്. വടക്കൻ കേരളത്തിലെ ഒരു തമ്പുരാന് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയ തെയ്യക്കാരനായിരുന്നു കോതോർമൻ. അല്ല, ഗോദവർമ്മൻ കീഴാളരിൽ കോതോർമൻ ആകും. അങ്ങനെയാ, ഗോദവർമ്മൻ എന്ന് സ്ഫുടമായി ഉച്ചരിക്കാറില്ല കീഴാളര്. അതുകൊണ്ട് കീഴാളരുടെക്ക് ഗോദവർമ്മൻ എന്ന പേര് ഇടുമ്പോൾ പറഞ്ഞ് അത് കോതോർമനാവും. ഏതായാലും നല്ല കലയുള്ള തെയ്യം കലാകാരനാണ് ഈ കോതോർമൻ. അതുകൊണ്ട് തന്നെ താൻ മോശക്കാരനല്ല എന്ന അഭിപ്രായം അയാൾക്ക് തന്നെ ഉണ്ട്. രാജാവിനെ മാനിക്കും, എന്നാൽ അടിമയുടെ ഭാവത്തോടെ നിന്ന് പെരുമാറാൻ കോതോർമനെ കൊണ്ട് പറ്റില്ല. തമ്പുരാൻ സന്തോഷത്തോടെ പണമോ തുണിയോ കൊടുത്താൽ കൂടി ഇതിന് വലിയ മാറ്റമില്ല. നല്ല തമാശ പറയാൻ വിരുത് കാട്ടിയിരുന്നു കോതോർമൻ. ഒരു കർക്കടകത്തിൽ കോതോർമന് തമാശയൊന്നും പറയാനായില്ല. ദാരിദ്ര്യം ക്രൂരത്തേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒന്നുമില്ല, കോതോർമൻ ഇപ്പോൾ പോ എന്ന മറുപടിയാണ് രാജാവിന്റെ പക്കൽ നിന്ന് കിട്ടിയതെന്ന് മാത്രം. നിരാശനായിട്ട് കോതോർമന് മടങ്ങേണ്ടി വന്നു. 2-3 ദിവസം കഴിഞ്ഞ് ചെറിയൊരു വെയിൽ പരന്ന നാൾ. തമ്പുരാനും സേവകനും നടന്നു വരുന്നു. എതിരെ വരുന്നത് കോതോർമൻ. കോതോർമൻ തമ്പുരാനെ കണ്ടതായി ഭാവിച്ചില്ല. വഴിയുടെ ഒരറ്റത്ത് കൂട്ടമായി മുളച്ചു പൊന്തിയിരിക്കുന്ന തകരയുടെ മുന്നിൽ വീണ് സാഷ്ടാംഗ നമസ്കരിക്കുന്ന കോതോർമനെയാണ് തമ്പുരാൻ അടുത്ത മാത്രയിൽ കണ്ടത്. അടുത്തെത്തിയപ്പോൾ സേവകൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ കിടക്കണ്? മിണ്ടാട്ടമില്ല. കോതോർമ, ഇതെന്താണ് വഴിക്ക് ഇങ്ങനെ കിടക്കണെന്ന് തമ്പുരാൻ തന്നെ ചോദിച്ചു. നമസ്കരിക്കുന്നതാണേ, അടിയനെ പട്ടിണിന്ന് രക്ഷിക്കുന്ന തവര തമ്പുരാനെ നമസ്കരിക്കുന്നതാണ്. കോതോർമൻ മറുപടി വെള്ളി വെയിൽ തെളിഞ്ഞു കേട്ടു. രക്ഷിക്കുന്നവര് നമസ്കരിക്കുന്നതാണേ അടിയന്റെ ശീലം എന്ന് പറഞ്ഞത് വീണ്ടും നടക്കാൻ തുടങ്ങിയ തമ്പുരാൻ ശരിക്കും കേട്ടുപോയോ എന്ന് ഉറപ്പില്ല. ഒരു തരം ആത്മനിർവൃതിയോടെ വെയിലത്ത് തിളങ്ങി നിൽക്കുന്ന തകരക്കൊട്ടാരത്തിന് മുമ്പിൽ കോതോർമൻ കിടന്നു. തകരത്തമ്പുരാൻ എന്ന പദപ്രയോഗത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിക്കുക. കർക്കടകത്തിലെ ഭക്ഷണദാതാവാണ് താണജാതിക്കാരനൊക്കെ തകര. രാജാവിന്റെ പ്രാധാന്യം തന്നെ തകരച്ചെടിക്കുമുണ്ട് എന്നീ അർത്ഥങ്ങൾ ഈ പുതുപുത്തൻ പ്രയോഗത്തിന്, തകരത്തമ്പുരാൻ എന്ന പ്രയോഗത്തിന് പ്രകടമായി തന്നെ ഉണ്ട്. തകര നട്ടുണ്ടാക്കുന്നതല്ല നമ്മളാരും. പിന്നെയോ പടുമുളയായി മഴക്കാലത്ത് മുളച്ചു പൊന്തുന്നതാണ്. സവർണരുടെ നോട്ടത്തിൽ തകര ഒരു വലിയ ഭക്ഷണമൊന്നുമല്ല. പക്ഷെ കീഴാളർക്കാണ് അതിന്റെ ആനുകൂല്യം വേണ്ടത്. കീഴാള ജീവിതത്തിന് തകരയുമായുള്ളത് പര്യായ ബന്ധം പോലെ ഒന്നാണ്. തകരത്തമ്പുരാൻ എന്ന വിളിയിൽ രാജാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ തയ്യാറെടുപ്പും ഉണ്ട്. വാസ്തവത്തിൽ ജീവിതത്തിന് ഒറ്റ അധികാരിയല്ല ഉള്ളത്. രാജാവിന് മാത്രമായി ജനങ്ങളെ രക്ഷിക്കാനാവില്ല. അതിനാൽ ജനങ്ങൾക്ക് ഒറ്റ രാജാവല്ല ഉള്ളത്. മറ്റ് ആശ്രയ രൂപങ്ങളെ ഒക്കെ കണ്ടില്ലെന്ന് നടിച്ചും അങ്ങനെയൊന്നുമില്ലെന്ന് വിശ്വസിപ്പിച്ചുമാണ് രാജാവ് ഏകാധികാര സ്ഥാനനായി അങ്ങനെ നിൽക്കുന്നത്. ഈ അർത്ഥങ്ങളൊക്കെയും തകരത്തമ്പുരാനിൽ ഉണർന്നു വരുന്നുണ്ട്. കീഴാളർ സർഗാത്മകതയുടെയും പ്രതിരോധവാസനയുടെയും ഊർജം തികന്ന പ്രയോഗമാണിത്. ശരിക്കും ഒരു പ്രയോഗം തന്നെയാണ് തകരത്തമ്പുരാൻ എന്ന പ്രയോഗം.
തെയ്യക്കാരനാണ് കോതോർമൻ. പാരമ്പര്യമായി കൈവന്നത് ആടുന്നയാൾ, ചിട്ടകളുടെ നർത്തകൻ. എന്നാൽ അടുത്തറിയുമ്പോൾ അനുഷ്ഠാനപരമായ തെയ്യത്തിലും നർത്തകന്റെ വ്യക്തിഗതമായ കഴിവിന്റെ ഒരംശം കൂടി അടങ്ങിയിട്ടുണ്ട്. ഒരേ തെയ്യം തന്നെ വ്യത്യസ്ത നർത്തകർ കെട്ടിയാടിയാൽ ഒരേ ഭംഗിയല്ല ഉണ്ടാവുക. കാരണം കുറെയൊക്കെ കലാകാരന്റെ മനോധർമ്മം അനുസരിച്ചാണ്. സമൂഹം പൊതുവെ ഇതൊന്നും അന്ന് തിരിച്ചറിയാത്ത കാലമായിരുന്നു. അതായിരുന്നു കോതോർമന്റെ കാലം. ആ സർഗബലം, വ്യത്യസ്തമായ ലോകത്തെയും ഭാഷയെയും കാണാനുള്ള വൈഭവം, കൃത്യസമയത്തും ശരിയായ സ്ഥലത്തും ആവിഷ്കൃതമായതിന്റെ ആഖ്യാനമാണ് തകരത്തമ്പുരാൻ എന്ന പുരാവൃത്തം അഥവാ ഒരു മിത്താണ്. അതായത് പുരാതന കാലഘട്ടത്തിൽ പറഞ്ഞു പോരുന്നൊരു കഥയാണ്. പാരമ്പര്യാധിഷ്ഠിതമായ പ്രകടമായ ഒന്നൊന്നുമല്ല ഇത്. അപ്പോൾ തന്നെ പാരമ്പര്യത്തിലുള്ളതെങ്കിലും സാമാന്യമായി അവ്യക്തമായ ഒരു പ്രതിഷേധ ലാവണ്യത്തിന്റെ, അതായത് രാജാവിനോടുള്ള കീഴാളന്റെ ഒരു പ്രതിഷേധം കൂടി പറയുന്ന ഒരു ആട്ടം കൂടിയാണിത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ഒരു ഹാപ്പനിങ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു സാഹചര്യത്തെ മുൻനിർത്തി നടത്തുന്ന കലാപ്രകടനത്തിന് നമ്മൾ പറയുന്ന ഒരു നാടക ചിന്തയിലെ ഹാപ്പനിങ് എന്നാണ് പറയുക. എന്തോ ആവട്ടെ, ഇങ്ങനെ കോതോർമന്റേത് അപ്പോൾ ഇങ്ങനെ ഒരു ഹാപ്പനിങ് ആണെന്ന് പറയുവാണ്. ഇങ്ങനെ ഒരു പ്രകടനം നടത്താനുള്ള ബുദ്ധിപരവും ശാരീരികവുമായ വഴക്കം സ്വന്തം കലാബോധങ്ങളിൽ നിന്ന്, തന്റെ കാലബോധത്തിൽ നിന്നും കോതോർമൻ നേടിയിരുന്നു. അതായത് സന്ദർഭത്തിനനുസരിച്ച് പെട്ടെന്ന് മനസ്സിൽ തോന്നൽ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനും അത് ഫലിതരസേന അവതരിപ്പിക്കാനും കുറിക്കുകൊള്ളുന്ന രീതിയിൽ അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ്, ഇതാണ് കോതോർമൻ നേടിയത്. ഈ കഴിവ് തന്നെയാണ് പെട്ടെന്ന് അങ്ങനെ തോന്നുന്ന ഒരു ബുദ്ധി, ഹാപ്പനിങ് എന്ന് നാടകചിന്തയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. പാരിസ്ഥിതിക ഭാവനയെ മുൻനിർത്തി നടക്കുന്ന കലാവിമർശനങ്ങളിലും സാഹിത്യാലോചനകളിലും ഇടം കിട്ടേണ്ട ഒന്നാണ് തകരത്തമ്പുരാൻ കഥയാട്ടം. പാഴ്ചെടിയെ സ്തുതിച്ച് ദേശാധികാരിയെ വിചാരണ ചെയ്യുന്ന മറ്റൊരു സംദർഭവും ശ്രദ്ധയിൽ വന്നിട്ടില്ല നമ്മുടെ മലയാളത്തിൽ. തകരത്തമ്പുരാൻ കഥയുടെ പഠനത്തിൽ നാട്ടുചരിത്രം വരുന്നുണ്ട്, അധികാരൻ വംശത്തിന്റെ വിശകലനം വരുന്നുണ്ട്, ഭാഷാശാസ്ത്രമുണ്ട്, പ്രകടന സിദ്ധാന്തമുണ്ട്, അതായത് പെർഫോമൻസ് എന്ന് പറയും, നാട്ടാഹാരങ്ങളുടെ വ്യവസ്ഥ വരുന്നുണ്ട്, നാട്ടുവൈദ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ വെളിച്ചങ്ങളൊക്കെ കടന്നു വരുന്നത് ആ കഥയുടെ പ്രാധാന്യത്തെ ബലപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ താഴെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. അതായത് അവധാരണ ചോദ്യങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. അവധാരണ ചോദ്യങ്ങളുടെ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെയാണ്. ഇതാണ് അവധാരണ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നനഞ്ഞ ഇലകളുമായുള്ള തകരയുടെ നിലനിൽപ്പിൽ എന്ത് സമ്മതമാണ് ലേഖകൻ കണ്ടെത്തുന്നത് എന്ന്. ഉത്തരം: ഞാനിതാ വന്നിരിക്കുന്നു, മഴയേറ്റ് ഉഷാറായിരിക്കുന്നു, പറിച്ചെടുത്തുകൊള്ളുക എന്ന സമ്മതം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കർക്കടകത്തിന്റെ പച്ചരാജാവ് എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? തകരയെ. തകരയ്ക്ക് ആയുർവേദത്തിലുള്ള സ്ഥാനം എന്താണ്? വാദത്തിനും കഫത്തിനും ചൊറിക്കും ശ്വാസമുട്ടലിനും കൈക്കൊണ്ട മരുന്നായിരുന്നു തകര. കർക്കടകത്തിൽ അനുഗ്രഹമാവാറുള്ള മറ്റ് ഇലകൾ ഏതെല്ലാമാണ്? താള്, കൊടുത്തൂവ, ഉപ്പച്ചീര, കുന്നുമണാടി എന്നിവയാണവ. കോതോർമൻ കോലോത്ത് നിന്ന് നിരാശനായി മടങ്ങാൻ കാരണമെന്ത്? കർക്കിടകത്തിൽ ദാരിദ്ര്യം സഹിക്കാഞ്ഞ് കോലോത്തെത്തിയ കോതവർമ്മനെ ഒന്നുമില്ല കോതവർമ്മൻ, ഇപ്പോൾ പോ എന്ന് പറഞ്ഞ് തമ്പുരാൻ മടക്കിയതുകൊണ്ട് കോതവർമ്മൻ നിരാശനായി. നാടക ചിന്തയിലെ ഹാപ്പനിങ് എന്താണ്? ഇതാണ് ആറാമത്തെ ചോദ്യം. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ഒരു സാഹചര്യത്തെ മുൻനിർത്തി നടത്തുന്ന കലാപ്രകടനത്തിനാണ് നാടക ചിന്തയിൽ ഹാപ്പനിങ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം: തകരത്തമ്പുരാൻ കഥയുടെ വ്യാഖ്യാനത്തിൽ കടന്നു വരുന്ന ചെറു വെളിച്ചങ്ങൾ ഏതൊക്കെയാണ്? നാട്ടുചരിത്രം, അധികാര വിശകലനം, ഭാഷാശാസ്ത്രം, പ്രകടന സിദ്ധാന്തം, നാട്ടാഹാര വ്യവസ്ഥ, നാട്ടുവൈദ്യം എന്നീ ചെറു വെളിച്ചങ്ങളാണ്. എട്ടാമത്തെ ചോദ്യം: തകരയെ നമസ്കരിച്ചതിന് കോതോർമൻ ഒരു വിശദീകരണം തമ്പുരാന് തൽക്കാലം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ വിശദീകരണം? രക്ഷിക്കുന്നവരെ നമസ്കരിക്കുന്നതാണ് തന്റെ ശീലം എന്നതായിരുന്നു ആ വിശകലനം. ഒമ്പതാമത്തെ ചോദ്യം എങ്ങനെയാണ്: തകര അറിഞ്ഞ ഭക്ഷണവും അറിയാത്ത മരുന്നുമായി. എങ്ങനെയാണ് അറിഞ്ഞ ഭക്ഷണവും അറിയാത്ത മരുന്നുമായത്? ഭക്ഷണമായി കഴിക്കുന്ന തകര കഴിക്കുന്നവർ അറിയാതെ തന്നെ ഔഷധമായി ഫലിക്കുന്നു. പത്താമത്തെ ചോദ്യം: തകരയോട് നിസ്വർക്ക് അഥവാ താഴ്ന്ന ജാതിക്കാർക്ക് ഉള്ള ഇഷ്ടം ചരിത്രത്തിൽ സ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? തവര മുളക്കുന്ന, താനേ മുളക്കുന്ന, ഒരുപാട് മുളക്കുന്ന പൊൻതവര എന്നിങ്ങനെയുള്ള തകരയോടുള്ള ഇഷ്ടം ഒരു പാട്ടായും തകരത്തമ്പുരാൻ കഥയായും സ്ഥാനപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭാഗത്ത് അപഗ്രഥന ചോദ്യങ്ങൾ എന്ന ഭാഗമാണ്. നമുക്ക് അതുകൂടി നോക്കാം.
കോതോർമന്റെ തകര നമസ്കാരത്തിൽ പ്രതിഷേധ ലാവണ്യം അടങ്ങിയിരിക്കുന്നു. തമ്പുരാനോടുള്ള പ്രതിഷേധം, അതായത് ഒരു സഹായം അപേക്ഷിച്ച് തമ്പുരാന്റെ അടുത്ത് ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഇപ്പൊ ഒന്നുമില്ല, പൊയ്ക്കോളൂ കോതോർമൻ എന്ന് പറഞ്ഞ് മടക്കി കോതോർമനെ. അതിലൊരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? തകരത്തമ്പുരാൻ പ്രകടനം നടത്തുന്നത് കോതവർമ്മൻ എന്ന തെയ്യം കലാകാരനാണല്ലോ. കീഴാളർക്ക് മേലാളരോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ പരോക്ഷമായി സന്ദർഭം ലഭിക്കുന്ന കലയാണ് തെയ്യം. അതിൽ നിന്നും ലഭിച്ച ഊർജവും ഉൾക്കാഴ്ചയും നിമിത്തം കോതവർമ്മന് സാക്ഷാൽ തമ്പുരാന്റെ മുന്നിൽ ചെന്ന് തകരയെ തമ്പുരാൻ എന്ന് വിളിച്ച് നമസ്കരിക്കുവാനുള്ള തന്റെ ഇടമുണ്ടായി. ആ പ്രകടനത്തിൽ തമ്പുരാന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള ആർജവവും കണ്ടെത്താം. അധികാരം എന്നത് ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. ഒരു പാഴ്ചെടി പോലും രക്ഷകനാകാമെന്ന സത്യം മറച്ച് അധികാരം ഒരാളിൽ ഒതുക്കുന്ന വ്യവസ്ഥ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണിവിടെ. അങ്ങനെ നോക്കുമ്പോൾ തകരത്തമ്പുരാൻ പ്രയോഗം കീഴാള സർഗാത്മകതയുടെ പ്രതിഷേധ പ്രകടനം കൂടിയായി മാറുന്നു. രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടി, ഈ അപഗ്രഥന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കുറച്ചുകൂടി വലുതാണ്. തകരത്തമ്പുരാൻ എന്ന പദപ്രയോഗത്തിന്റെ വ്യാപ്തി പരിശോധിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കുന്ന ആളാവണം തമ്പുരാൻ. വടക്കൻ കേരളത്തിലെ ഒരു തമ്പുരാൻ തന്നെ തക്ക സമയത്ത് രക്ഷിക്കുന്നില്ല എന്ന് കോതവർമ്മൻ എന്ന തെയ്യൻ കലാകാരന് തോന്നി. തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിച്ചത് അടുത്ത ദിവസമായിരുന്നു. കോതവർമ്മൻ തമ്പുരാനെ ഒഴിവാക്കി വഴിവക്കിലെ തകരയെ നമസ്കരിക്കുന്നു. കാരണം അന്വേഷിച്ച തമ്പുരാനോട് തന്നെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച തകരത്തമ്പുരാനെ നമസ്കരിക്കുകയാണ് എന്നും രക്ഷിക്കുന്നവരെ നമസ്കരിക്കുന്നതാണ് ശീലം എന്നും മറുപടി. സാക്ഷാൽ തമ്പുരാന്റെ മുന്നിൽ തകരയെ നമസ്കരിച്ചത് വഴി തനിക്ക് രക്ഷയായ തകരയാണ് തന്റെ തമ്പുരാൻ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കോതവർമ്മൻ. നമസ്കരിച്ചാൽ മാത്രം പോരാ, തമ്പുരാൻ എന്ന് വിളിക്കുകയും വേണമെന്ന് കോതവർമ്മൻ തീരുമാനിച്ചു. അങ്ങനെ തകരത്തമ്പുരാൻ എന്ന പ്രയോഗം സാക്ഷാൽ തമ്പുരാനെ തന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ പേരിൽ വിമർശിക്കുക വഴി അർത്ഥസമ്പുഷ്ടമാകുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നാടകത്തിലെ ഒരു ഹാപ്പനിങ്, അത് തെയ്യത്തില് ഉള്ള സ്ഥാനം എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. തെയ്യം കലാകാരനാണ് കോതവർമ്മൻ. പാരമ്പര്യമായി കൈവന്ന ചിട്ടകൾ കൊപ്പിച്ചാടുന്നയാൾ. എന്നാൽ ഈ അനുഷ്ഠാന കലയിലും കലാകാരന്റെ വ്യക്തിപരമായ കഴിവിന് സ്ഥാനമുണ്ട്. കഥകളിയിലെ മനോധർമ്മം പോലെ സന്ദർഭോചിതമായി സ്വന്തം ഭാവനയെ മുൻനിർത്തി കാര്യങ്ങളെ സമീപിക്കുവാനും അവതരിപ്പിക്കുവാനും തെയ്യം കലാകാരനും അവസരമുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ഒരു പ്രത്യേക സാഹചര്യത്തെ മുൻനിർത്തി നടത്തുന്ന കലാപ്രകടനമാണ് നാടകചിന്തയിലെ ഹാപ്പനിങ്. സ്വന്തം കാലത്തിൽ നിന്നും കലയിൽ നിന്നും ഇത്തരമൊരു ഹാപ്പനിങ്ങിനുള്ള ബുദ്ധിവൈഭവവും മെയ്വഴക്കവും സ്വതേ ഫലിതക്കാരനായ കോതവർമ്മൻ ആർജിച്ചിരിക്കുന്നു. നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കീഴാള ജീവിതത്തിന് തകരയുമായുള്ളത് പര്യായ ബന്ധം പോലെ ഒന്നാണിത്. എന്താണ് ഇതിന്റെ ആശയം? കാലവർഷത്തിന്റെ ആനുകൂല്യത്തിൽ താനെ മുളച്ചു വരുന്ന ചെടിയാണ് തകര. പഴയ കാലത്തെ കീഴാള ജീവിതങ്ങൾക്ക് തുല്യം. കർക്കിടകത്തിലെ ഭക്ഷണദാതാവാണ് തകര. എന്നാൽ സമ്പന്നരായ സവർണർക്ക് തകര ഭക്ഷണമല്ല. കീഴാളന് അതിനെ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. അവഗണിക്കപ്പെടുന്ന നിസ്വാന് രക്ഷകനാകുവാനുള്ള നിയോഗമാണ് തകരയുടേത്. അധികാര വ്യവസ്ഥയിൽ നിന്ന് നീക്കി നിർത്തപ്പെടുന്ന കീഴാളന്റെ പ്രതിനിധി. അങ്ങനെ എന്തുകൊണ്ടും തകര കീഴാളനും പരസ്പരം പര്യായമായി വർത്തിക്കുന്നതായി ലേഖകൻ നിരീക്ഷിക്കുന്നു. ഇത് ഇത്രയും ചോദ്യോത്തരങ്ങൾ ഈ പല ആളുകളെ സംബന്ധിച്ചും എഴുതി നോക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവും. കാരണം എഴുതി നോക്കിയാലാണ് നമുക്ക് ശരിയായിട്ട് മലയാള പരീക്ഷയ്ക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എഴുതി നോക്കേണ്ടത് അത്യാവശ്യമാണ്. എഴുതി നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, തകര പടുമുളയായി മുളച്ചു പൊന്തുമ്പോൾ ഇതാ പറയുന്നത് ഇങ്ങനെയാണെന്ന്, സ്വയം പറയുന്നത് ഇങ്ങനെയാണെന്നാണ് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിതാ വന്നിരിക്കുന്നു, മഴയേറ്റ് ഉഷാറായിരിക്കുന്നു, എന്നെ പറിച്ചെടുത്ത് കറി വെച്ച് കൊടുക്കുക എന്ന സമ്മതത്തോടെ. ഇനി അതുപോലെ തന്നെ തകര എന്തിനെല്ലാമുള്ള മരുന്നാണെന്ന് പാഠത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ നോക്കുന്നു. വാതത്തിനും കഫത്തിനും ചൊറിക്കും ശ്വാസം മുട്ടലിനുമുള്ള കൈകണ്ട മരുന്ന്. കൈകണ്ട മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒന്നാന്തര മരുന്ന് എന്നർത്ഥമാണ്. ഇനി അതുപോലെ തന്നെ തകര മാത്രമല്ല മഴക്കാലത്ത് പടുമുളയായി മുളച്ചു പൊന്തുന്നത്. മറ്റെന്തൊക്കെയാണ്? താള്, കൊടുത്തൂവ, കുപ്പച്ചീര, കുന്നും മണാട്ടി. ഇനി അതുപോലെ തന്നെ എന്ത് പറഞ്ഞാണ് തമ്പുരാൻ കോതോർമനെ കർക്കടക മാസം, പഞ്ഞം കർക്കടകം എന്ന് പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ നാളാണ്. കോലോത്തെത്തിയ കോതോർമനെ ആ
തമ്പുരാൻ അങ്ങനെ പറഞ്ഞയച്ചത് എന്ത് പറഞ്ഞ? ഒന്നുമില്ല, കോതോർമൻ ഇപ്പോൾ പോ എന്ന് പറഞ്ഞ് തമ്പുരാൻ മടക്കി. ഇനി മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ഒരു സാഹചര്യത്തെ മുൻനിർത്തി നടത്തുന്ന കലാപ്രകടനത്തിന് നാടകചിന്തയിൽ എന്ത് പേരാണ് പറയുന്നത്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹാപ്പനിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ തകരത്തമ്പുരാൻ എന്ന കഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ പുറമെ വെളിച്ചം കാണുന്നുണ്ട്. ഒരു നാടിന്റെ ചരിത്രം പറയുന്നുണ്ട്, അധികാര വംശത്തിന്റെ വിശകലനം പറയുന്നുണ്ട്, ഭാഷാശാസ്ത്രം വരുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഗോദവർമ്മൻ എന്നത് കീഴാളന്റെ പേരാകുമ്പോഴേക്കും അത് കോതോർമനായി മാറുമെന്ന്. ഇനി അതുപോലെ തന്നെ പ്രകടന സിദ്ധാന്തം വരുന്നുണ്ട്. അത് തകരയെ സംബന്ധിച്ചുള്ള ഒരു നാടൻ പാട്ട് പോലും നമ്മൾ പറയുന്നുണ്ട് അല്ലെ. താനേ മുളക്കണ് പൊൻതകര എന്ന് പറയുന്ന പാട്ട്. ഇനി നാട്ടാഹാര വ്യവസ്ഥയുണ്ട്. ഒരു നാട്ടുംപുറത്തെ മനുഷ്യരുടെ ആഹാര വ്യവസ്ഥയിൽ കർക്കിടക മാസത്തിൽ ഒഴിവാക്കാനാവാത്ത ചില ഇലക്കറികളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. നാട്ടുവൈദ്യം അത് പറയുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ പറയുക, വാദത്തിനും കഫത്തിനും ചൊറിക്കും ശ്വാസം മുട്ടലിനും ഒക്കെ കൈകണ്ട മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത്. ഇനി തമ്പുരാനെ നമസ്കരിക്കാതെ തകരയെ നമസ്കരിക്കുന്നതിന് ഒരു ന്യായം പറയുന്നുണ്ട്. എന്താണത്? കോതോർമൻ പറയുന്ന ന്യായം ഇതാണ്: രക്ഷിക്കുന്നവരെ നമസ്കരിക്കുന്നതാണ് എൻ്റെ ശീലം എന്ന് ഒറ്റ വരിയിൽ എഴുതാവുന്ന ഒരു ഉത്തരവാണ്. ഇനി ഭക്ഷണമായി തകര കഴിക്കുന്നവർ അറിയാതെ തന്നെ ഔഷധമായിട്ട് അവർക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തകര ഒരു മരുന്നുമാണ് അല്ലെ. അതാണ് പറയുന്നത്, അറിഞ്ഞ ഭക്ഷണവും അറിയാത്ത മരുന്ന്. കാരണം അവര് അറിയുന്നില്ല ഇത് ഒരു മെഡിസിനാണെന്ന് അറിഞ്ഞിട്ടല്ല കഴിക്കുന്നത്. അതാണ് പറയുന്നത്, അറിഞ്ഞ ഭക്ഷണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. പക്ഷെ മെഡിസിനാണെന്ന് അറിയാണ്ട് കഴിക്കുകയാണ്. പക്ഷെ അത് ഫലത്തിൽ അവർക്ക് ശരീരത്തിന് ഗുണപ്പെടുന്നു. അതാണ് ആ പറയുന്ന പ്രയോഗത്തിന്. ഇനി ആ നാടൻ പാട്ട് എന്താണ് തകരയെ സംബന്ധിച്ചുള്ളത്? തവര മുളക്കണ് താനേ മുളക്കണ് ഒരുപാട് മുളക്കണ് പൊൻതവര. ഇനി തകരയോടുള്ള ഇഷ്ടം പാട്ടായിട്ടും തകരത്തമ്പുരാൻ എന്ന ഒരു കഥയായിട്ടും ഒക്കെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടി എന്നതാണ് പാഠം. പലാവർത്തി കേട്ട് പഠിക്കുക, എഴുതി നോക്കുക.